നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത്. മലയാള പത്രപ്രവർത്തനം. നമ്മുടെ സിലബസിൽ സാഹിത്യം, ലിറ്ററേച്ചർ എന്ന ടോപ്പിക്കിലാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. മലയാള പത്രപ്രവർത്തനം, തുടക്കം കുറിച്ചവർ, പ്രസിദ്ധീകരണങ്ങൾ, ആനുകാലികങ്ങൾ എന്നാണ് ടോപ്പിക്ക്. അതാണ് ഇന്ന് എടുത്തു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വരുന്ന 10-ാം തീയതിയാണ് നമ്മുടെ ആദ്യത്തെ ഫേസ് എക്സാം. എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഇനി വേണ്ടത് നിങ്ങൾക്ക് റിവിഷനാണ്. പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റിയൊരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. PSC ചലഞ്ചർ എന്നാണ് ആപ്പിൻ്റെ പേര്. ഈ ആപ്പിൽ നമ്മുടെ 12th ലെവൽ എക്സാമിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ടോപ്പിക് വൈസ് ഇവർ മോക്ക് ടെസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ അടങ്ങിയ മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആണ്. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ കോഴ്സ് ഉടനെ തന്നെ ആഡ് ചെയ്യുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചലഞ്ചസിൽ ഏർപ്പെടാം, അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് പോയിന്റ്സും ലഭിക്കുന്നതാണ്. റിവൈസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്പാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി ചെക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. മലയാള പത്രപ്രവർത്തനം. അപ്പോൾ മലയാള പത്രപ്രവർത്തനം പറയുന്നതിന് മുന്നേ 2 പോയിന്റ് തുടക്കത്തിൽ പറയുകയാണ്. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ്. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇനി മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരാണ്. വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായനാരാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത്. ഈ 2 പോയിന്റ് ഓർത്തു വെക്കുക. ഇനി മലയാളത്തിൽ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് പറയുന്നത്. ഒരുപാട് ഫാക്ട്സ് പഠിക്കാനുണ്ട്. അപ്പം നോട്ട് ചെയ്തു പോവുക, പഠിച്ചു പോവുക. ഓക്കെ, ആദ്യമായിട്ട് രാജ്യസമാചാരം. PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം. പുറത്തിറങ്ങിയ വർഷം 1847. ഈ വർഷം കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. റിപ്പീറ്റിംഗ് ചോദ്യമാണ്. 1847 രാജ്യസമാചാരം എന്ന പത്രം പുറത്തിറങ്ങിയത്. എവിടെ നിന്നാണ് പുറത്തിറങ്ങിയത് എന്ന് ചോദിച്ചാൽ തലശ്ശേരിയിൽ നിന്നാണ് പുറത്തിറങ്ങിയത്. പ്രോപ്പർ പ്ലേസ് ചോദിച്ചാൽ ഇല്ലിക്കുന്ന് പ്രസ്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസ്സിൽ നിന്നാണ് രാജ്യസമാചാരം എന്ന പത്രം പുറത്തിറങ്ങിയത്. സ്ഥാപകൻ ആരാണ്? ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടർട്ട്. അപ്പോൾ ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടർട്ടാണ് രാജ്യസമാചാരം എന്ന പത്രം സ്ഥാപിച്ചത്. ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെക്കുക. അടുത്ത പത്രം, 2ാമത്തെ പത്രമാണ് പശ്ചിമോദയം. പശ്ചിമോദയം മലയാളത്തിലെ 2ാമത്തെ പത്രമാണ് പശ്ചിമോദയം. ഈ പത്രവും സ്റ്റാർട്ട് ചെയ്തത് ആര് തന്നെയാണ്? ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് ഈ പത്രവും തുടങ്ങിയത്. 1847 തന്നെയാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1847 തന്നെയാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. യൂറോപ്പിന്റെ ചരിത്രം ഈ പത്രത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പശ്ചിമോദയം എന്ന പത്രത്തിന്റെ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ഫ്രെഡറിക് മുള്ളറാണ്. ജോൺ ഫ്രെഡറിക് മുള്ളറാണ് പശ്ചിമോദയം എന്ന പത്രത്തിന്റെ പത്രാധിപർ. ഇനി PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന 2 ഗ്രന്ഥങ്ങളാണ് കേരളോൽപ്പത്തിയും കേരള പഴമയും. കേരള പഴമയും കേരളോൽപ്പത്തിയും രണ്ടും ഹെർമൻ ഗുണ്ടർട്ടിൻ്റെതാണെന്ന് ആദ്യം പഠിച്ചു വെക്കുക. ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഈ 2 ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ ഈ 2 ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? പശ്ചിമോദയം എന്ന പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. ഈ പശ്ചിമോദയം എന്ന പത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസിക. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസിക ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? പശ്ചിമോദയം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് പശ്ചിമോദയത്തിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 2 പത്രങ്ങൾ പഠിച്ചു. രാജ്യസമാചാരം, പശ്ചിമോദയം. രണ്ടും പുറത്തിറങ്ങിയ വർഷം 1847. രണ്ടും സ്ഥാപിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇനി അടുത്തത് ജ്ഞാന നിക്ഷേപം. ജ്ഞാന നിക്ഷേപമാണ് മലയാളത്തിലെ 3ാമത്തെ പത്രം. മലയാളത്തിലെ 3ാമത്തെ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ ജ്ഞാന നിക്ഷേപമാണ്. തിരുവിതാംകൂറിലെ 1ാമത്തെ പത്രം ഏതാണ്? ജ്ഞാന നിക്ഷേപം. അപ്പൊ തിരുവിതാംകൂറിലെ 1ാമത്തെ പത്രവും മലയാളത്തിലെ 3ാമത്തെ പത്രവും ജ്ഞാന നിക്ഷേപമാണ്. 1848 പുറത്തിറങ്ങിയത്. ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആദ്യത്തെ പത്രം, വാർത്തകളോടൊപ്പം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ആദ്യത്തെ പത്രം ഏതാണ്? ജ്ഞാന നിക്ഷേപമാണ്. ഇത്രയും പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? തിരുവിതാംകൂറിൽ നിന്നും പുറത്തിറങ്ങിയ ആദ്യത്തെ പത്രം, അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജ്ഞാന നിക്ഷേപമാണ്. ഇനി അടുത്ത പത്രം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മിതവാദി. മിതവാദി എന്ന പത്രം 1907
തലശ്ശേരിയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി ശിവശങ്കരനാണ് മിതവാദി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ആദ്യത്തെ പത്രാധിപർ ആരാണ്? മൂർക്കോത്ത് കുമാരനാണ്. 1907 മിതവാദി പുറത്തിറങ്ങിയത്. തലശ്ശേരിയിൽ നിന്നാണ് പുറത്തിറങ്ങിയത്. സ്ഥാപിച്ചത് ടി ശിവശങ്കരനാണ്. ആദ്യത്തെ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂർക്കോത്ത് കുമാരനാണ്. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അപ്പോൾ മിതവാദി പത്രത്തിനെ പറ്റി അടുത്ത പോയിന്റ് നോക്കാം. മിതവാദി പത്രത്തിന്റെ 2 വിശ്ലേഷണങ്ങൾ പഠിച്ചു വെക്കുക. തീയരുടെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ. PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക ഏതാണ്? മിതവാദിയാണ്. മിതവാദി പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. കൂടാതെ അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നതും ഏതാണ്? മിതവാദിയാണ്. മിതവാദിയെ പറ്റി PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. 1907 കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലാണ്. 1907 കുമാരനാശാന്റെ വീണപൂവ് ഏതിലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്? മിതവാദിയിലാണ്. 1913 മൂർക്കോത്ത് കുമാരൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ മിതവാദി ഏറ്റെടുത്തത് സി കൃഷ്ണനാണ് മിതവാദി സി കൃഷ്ണൻ എന്ന് അറിയപ്പെട്ടത്. 1917 റഷ്യൻ വിപ്ലവത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ പത്രം, മലയാള പത്രം ഏതാണെന്ന് ചോദിച്ചാലും അതും ഏത് തന്നെയാണ്? മിതവാദിയാണ്. അപ്പൊ ഇത്രയാണ് മിതവാദി പത്രത്തിനെ പറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ആദ്യം 1907, പിന്നെ സി കൃഷ്ണൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സി കൃഷ്ണനാണ് 1913 മിതവാദി ഏറ്റെടുത്ത് നടത്തിയത്. റഷ്യൻ വിപ്ലവത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. 1907 വീണപൂവ്, കുമാരനാശന്റെ വീണപൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചതും മിതവാദിയിലാണ്. അടുത്ത പത്രമാണ് മലയാളി. അപ്പോൾ മലയാളി സോഷ്യൽ റിഫോം ലീഗ് മലയാളി സഭയുടെ മുൻഗാമിയാണ്. മലയാളി സോഷ്യൽ റിഫോം ലീഗ് മലയാളി സഭയുടെ മുൻഗാമിയാണ്. ഈ മലയാളി സഭയുടെ മുഖപത്രമായിരുന്നു മലയാളി. മലയാളി സഭയുടെ മുഖപത്രമായിരുന്നു മലയാളി. PSC ചോദിച്ച ചോദ്യം, മലയാളി എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു മലയാളി എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപർ. കൂടാതെ കേരളത്തിലെ അല്ലെങ്കിൽ കൂടിയാണ് മലയാളി. അപ്പൊ മലയാളിയെ പറ്റി പഠിച്ചു വെക്കേണ്ട പോയിന്റ്, ആദ്യത്തെ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. അടുത്ത പത്രം വിവേകോദയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. SNDP യോഗത്തിന്റെ മുഖപത്രം. ആദ്യത്തെ മുഖപത്രമായിരുന്നു ഏത്? വിവേകോദയം. SNDP യോഗത്തിന്റെ ആദ്യത്തെ മുഖപത്രമായിരുന്നു വിവേകോദയം തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 1904 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 1904 വിവേകോദയം എന്ന പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ആദ്യത്തെ പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ M ഗോവിന്ദനാണ്. എല്ലാ ചോദ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ പത്രാധിപർ M ഗോവിന്ദന് ശേഷം പത്രാധിപരായത് ആരാണ്? കുമാരനാശാനാണ്. M ഗോവിന്ദന് ശേഷം വിവേകോദയത്തിന്റെ പത്രാധിപർ ആയത്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ട പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവേകോദയമാണ്. ഈഴവ ഗസറ്റ്. കൂടാതെ SNDPയുടെ നിലവിലെ മുഖപത്രം ഏതാണ്? അത് യോഗനാഥമാണ്. SNDPയുടെ ആദ്യത്തെ മുഖപത്രമാണ് വിവേകോദയം. SNDPയുടെ നിലവിലെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗനാഥമാണെന്നുള്ള കാര്യം ഓർക്കുക. ഇത്രയും പോയിന്റ്സ് ഓർക്കുക. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത പത്രമാണ് നസ്രാണി ദീപിക. 1887 കോട്ടയം ജില്ലയിലെ മാന്നാനത്ത് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1887 കോട്ടയം ജില്ലയിലെ മാന്നാനത്ത് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ആദ്യത്തെ പത്രാധിപർ നിതിരിക്കൽ മാണിക്കത്തനാറായിരുന്നു. നസ്രാണി ദീപികയുടെ ആദ്യ പത്രാധിപർ. നസ്രാണി ദീപിക ദിനപത്രമായി മാറിയ വർഷം 1927. 1927 ഡെയിലി, അതായത് ദിനപത്രമായി മാറിയത്. നസ്രാണി ദീപികയുടെ പേര് ദീപിക എന്നാക്കി മാറ്റിയ വർഷം 1938. നസ്രാണി ദീപികയുടെ പേര് ദീപിക എന്നാക്കി മാറ്റിയ വർഷം 1938. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന പത്രം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. കേരളത്തിൽ ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് ദീപിക.
ഇന്റർനെറ്റ് എഡിഷൻ പുറത്തിറക്കിയ ആദ്യ മലയാള പത്രവും ഏത് തന്നെയാണ്? ദീപിക തന്നെയാണ്. ഇന്റർനെറ്റ് എഡിഷൻ പുറത്തിറക്കിയ ആദ്യ മലയാള പത്രം ദീപിക. വർഷം 1997. 1997 ഇന്റർനെറ്റ് എഡിഷൻ ആദ്യമായിട്ട് പുറത്തിറക്കിയത് ദീപിക. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നസ്രാണി ദീപിക വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. PSC ചോദിക്കാറുള്ള ചോദ്യം ഇതാണ്. ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന മലയാളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രം ദീപികയാണ്. നസ്രാണി ദീപിക എന്നാണ് മുന്നേ അറിയപ്പെട്ടത്. ഇത്രയും ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത പത്രത്തിലേക്ക് പോകാം. അടുത്ത പത്രമാണ് സ്വദേശാഭിമാനി. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരിച്ച ഡേറ്റ് അടക്കം PSC ചോദിച്ചിട്ടുണ്ട്. 1905 ജനുവരി മാസം 19 സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1905 ജനുവരി മാസം 19 അഞ്ചുതെങ്ങിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ആരാണ് സ്ഥാപകൻ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. 1907 തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1905 അഞ്ചുതെങ്ങിൽ നിന്നും 1907 എവിടെ നിന്നുമാണ്? തിരുവനന്തപുരത്ത് നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് സ്വദേശാഭിമാനി. ഇനി ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ CP ഗോവിന്ദപിള്ളയായിരുന്നു. CP ഗോവിന്ദപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപർ ആവുന്നതിന് മുൻപ് കേരള പഞ്ചിക എന്ന മാസികയുടെ പത്രാധിപരായിരുന്നു. കേരള പഞ്ചിക എന്ന മാസിക അല്ലെങ്കിൽ പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ആര്യ? CP ഗോവിന്ദപിള്ള. 1906 മുതൽ 1910 വരെയാണ് സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആയത്. 1906 മുതൽ 1910 വരെ K രാമകൃഷ്ണപിള്ളയായിരുന്നു സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയായിരുന്നു പത്രാധിപർ. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ 1,00,000 രൂപ എന്ന ലേഖനം സ്വദേശാഭിമാനി പത്രത്തിൽ അടിച്ചു വന്നതിന്റെ പേരിൽ പത്രം പൂട്ടിക്കെട്ടുകയും, അതായത് അടച്ചു പൂട്ടുകയും, ശ്രീമൂലം തിരുനാളിന്റെ കാലത്തായിരുന്നു അത്, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അന്നത്തെ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? P രാജഗോപാലാചാരിയായിരുന്നു. അതും ഇമ്പോർട്ടന്റ് ആണ്. P രാജഗോപാലാചാരിയായിരുന്നു ആ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ. അപ്പോൾ K രാമകൃഷ്ണ പിള്ളയെ തിരുനെൽവേലിയിലേക്ക് എന്നാണ് നാട് കടത്തിയത് എന്ന് ചോദിച്ചാൽ 1910 സെപ്റ്റംബർ മാസം 26 1910 സെപ്റ്റംബർ മാസം 26 K രാമകൃഷ്ണ പിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാട് കടത്തിയത്. അദ്ദേഹം 1916 മരണപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ് എന്ന് ചോദിച്ചാൽ പയ്യാമ്പലം ബീച്ചിലാണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പയ്യാമ്പലം ബീച്ചിലാണ്, കണ്ണൂർ ജില്ല. ഓക്കെ, ഇത്രയാണ് സ്വദേശാഭിമാനി എന്ന പത്രത്തെ പറ്റി പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വദേശാഭിമാനി തന്നെയാണ്. അടുത്ത പത്രമാണ് സമദർശി. സമദർശിയെ പറ്റി PSC ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സമദർശി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് സമദർശി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ലേഖനങ്ങൾ ഏതിനകത്താണ്? സമദർശിയിലാണ്. അപ്പം വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്ത പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് സമദർശിയാണെന്ന് ഓർക്കുക. പ്രസിദ്ധീകരിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. അല്ലമീൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലമീൻ എന്ന പത്രം ആരുടേതാണ് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. 2018 കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചതാണ് അല്ലമീൻ എന്ന പത്രത്തിന്റെ പ്രസാധകൻ ആരാണ് എന്നുള്ളത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഇറങ്ങിയ വർഷവും ചോദിച്ചിട്ടുണ്ട്. 1924 കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് അല്ലമീൻ എന്ന പത്രം ഇറങ്ങിയത്. ഓക്കെ, അടുത്ത പത്രമാണ് സുജന നന്ദിനി. ഇമ്പോർട്ടൻ്റ് ആണ്. സുജന നന്ദിനി എന്ന പത്രം കുമാരനാശാന്റെ കൃതികളൊക്കെ അച്ചടിച്ച് വന്നത് സുജന നന്ദിനി എന്ന പത്രത്തിലാണ്. ഇത് സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പരവൂർ കേശവൻ ആശാനാണ്. പരവൂർ കേശവൻ ആശാനാണ് സുജന നന്ദിനി എന്ന പത്രം സ്ഥാപിച്ചത്. എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പരവൂരിൽ നിന്നാണ് സുജന നന്ദിനി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പത്രങ്ങൾ പറഞ്ഞു. ഈ പത്രങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഉണ്ട്. ഒരുപാട് പോയിന്റ്സ് ഒന്നും വരിച്ചു വാരി പറയുന്നില്ല. PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ഒരു പാർട്ടും കൂടെ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. റിവിഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ആപ്പ് PSC ചലഞ്ചർ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്